സർക്കാർ പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് അവിടെ സർക്കാർ ആ നടപടികളിലേക്ക് പോകണമെന്നുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പോരാട്ടം. അതിപ്പോൾ ഇന്നത്തെ ധർണയിൽ ഉന്നയിച്ചിട്ടുള്ളതല്ല. നമ്മൾ ഇതിനു മുൻപേ തന്നെ ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ശമ്പള പരിഷ്കരണം അടിയന്തരമായി പ്രഖ്യാപിക്കുക. നിയമം പിൻവലിക്കുക. നിയമം പിൻവലിക്കുക. ധർണ സിന്ദാബാദ്. താലൂക്ക് ധർണ സിന്ദാബാദ്. അയ്യൻ കാണ്ടിലെ പരിഷ്കരണം. അയ്യൻ കാണ്ടിലെ പരിഷ്കരണം. പോരാട്ടങ്ങളാണ് നടന്നത്. മുഴുവൻ സർവീസ് സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് 2002 അന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉള്ള ഏക സംസ്ഥാനം ബംഗാൾ മാത്രമാണ്. അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? പിയപ്പാടി നിയമം രാജ്യത്ത് വന്ന് ഇനി അതിൽ നിന്നൊന്നും ഒരു സംസ്ഥാന സർക്കാരിന് പുറകോട്ട് പോകാൻ കഴിയില്ല, നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് 2002-ലും 2013-ലും നടപ്പാക്കുന്ന സർക്കാരും പറഞ്ഞത്. ഇന്നിപ്പോ ബംഗാളിൽ നടപ്പാക്കിയിട്ടില്ല. പക്ഷെ ബംഗാളിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിനെ പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് വലിയ വലിയ ഗുണം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതിന്റെ ഇപ്പം നമുക്ക് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നികുതി പിരിച്ചെടുത്തുകൊണ്ട് പരമാവധി നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമുക്കൊക്കെ ഡിഎയും മറ്റാനുകൂല്യങ്ങളും ഒക്കെ തന്നെ നൽകിയിരുന്നത്. ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. അവിടെ ഈ നികുതി വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ അധികാരം കേന്ദ്രം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അത് ലഭിക്കാതെ പോകുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അപകടകരമായ സാഹചര്യമാണ്. ഇന്ത്യയെ ഐക്യ ഇന്ത്യയായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി നിങ്ങൾ കണ്ടു കാണും. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മതനിരപേക്ഷത, സോഷ്യലിസം അത് വേണ്ടതില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞല്ലോ രാജ്യത്തെ ഇത്തരത്തിൽ നിലനിർത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷം പിന്നിടുന്ന ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ അതിനടിസ്ഥാനമായിട്ടുള്ള ഇതാണ്, അത് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഐക്യത്തെ ഭയപ്പെടുന്നു. അവിടെ വർഗീയത കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ ഒരു സംഘടനാപരമായ ഒരു ധർണയും അല്ലെങ്കിൽ ഒരു പ്രകടനവും കൂടാതെ തന്നെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിലുണ്ട്. നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ 2 മുദ്രാവാക്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുൻകാല സർവീസുകൾക്ക് അറിയാം. ഒന്ന്, പോത്തിനോട് മുഖം അല്ലെങ്കിൽ താളയോട് മുഖം പറ്റിട്ടല്ല, അതെ കാലയോട് അങ്ങനെ യോഗം മറ്റേ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട്. മറ്റൊന്ന് കിടക്കുന്നത്